അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, നോക്കൂ, ഈ നവകേരള സദസ്സ് നടന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചവരെ, ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലയ്ക്കടിച്ചവരെ, അംഗപരിമിതനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെ പാഞ്ഞു വന്ന് നിർദാക്ഷിണ്യമടിച്ച ഗൺമാൻ, ഇതൊക്കെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെയുള്ളത്. അതും ഒരു ക്രിമിനലിസമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മടി എന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ആഭ്യന്തരമന്ത്രിയുടെ പരാജയമുണ്ട്. നവകേരള സദസ്സിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ കൊടിയും കൂടി കാണിച്ചു കഴിഞ്ഞതിനെ അത് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസർമാർ ഇറങ്ങി തല്ലുകയാണെന്ന്. അവരെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്താ? ഒരു ആംബുലൻസിനെ കടത്തിവിടാൻ സാധിക്കുന്നില്ല, ഒരു മരുന്ന് മേടിക്കാൻ വരുന്ന ആളുകളെ കടത്തിവിടാൻ സാധിക്കുന്നില്ല. ഈ തൃശ്ശൂർ അക്കാഡമിയുടെ കൂടെയുള്ള ആളുകൾ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നടക്കുന്നത് ഇവർക്ക് എന്തും ചെയ്യാം, ഈ ഭരണത്തിന് കീഴിൽ ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സകലവിധ ഈ വക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടണമെങ്കിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഭാര്യബോധമുള്ള, യഥാർത്ഥത്തിൽ നാടിന് ഗുണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഞാനെന്ന രാജാവിന് കീഴിൽ നിന്നാ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സഹിച്ചു കൊന്നോളാം എന്ന ആറ്റിറ്റ്യൂഡ്. അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭരിക്കുന്ന വർഗത്തിന്റെ ആരാണെങ്കിലും അത് ഏത് പാർട്ടി ഭരിച്ചാൽ ശരിയല്ലാത്ത പ്രവർത്തനം.